ഗാനത്തോട് ചേർന്ന് പാടി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാന്നറിഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്ന ഈ സ്വർഗീയ സംഗീതം എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, കർത്താവിൽ ആനന്ദിക്കാം. അങ്ങനെ കർത്താവ് ആരാധനയിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സകല കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഇന്ന ദിവസം നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും വികാരങ്ങളെയൊക്കെ സ്വർഗീയ സന്നിധിയിലേക്ക് ഉയർത്താനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുക ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ഒക്കെയാണ് എന്നുള്ളത് നമ്മുടെ ഈ അഭിഷേകത്തിനും ആനന്ദത്തിനും മാറ്റുകൂട്ടും. അവരോട് ചേർന്ന് നമുക്ക് ഈശോയെ സ്തുതിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വാക്യങ്ങളിൽ ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയെക്കുറിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ച് ആ ദൈവവചന ഭാഗത്തിന്റെ ഹെഡിങ് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും ആ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ കൃപകളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു വചനഭാഗം. അപ്പൊ അതിനിടയിൽ ഇപ്രകാരം 19-ാമത്തെ വാക്യം വചനം പറയുകയാണ്: അല്പസമയത്തെ കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുകയാണ്, എന്താ ഈശോ പറഞ്ഞേ? ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. വീണ്ടും 20-ാമത്തെ വാക്യം: ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വാഗ്ദാനം ചെയ്യുന്ന ഈ വചനഭാഗത്തിനിടയിൽ ഈശോ പറയാണ്, ഞാൻ ജീവിക്കുന്നത് പോലെ ഞാൻ ജീവിക്കുന്നു എന്നതിനാൽ നിങ്ങളും ജീവിക്കും. നമുക്കറിയാം, ഈ വാഗ്ദാനമൊക്കെ പൂർത്തീകരിക്കപ്പെടുക ഈശോയുടെ മരണ ഉത്ഥാനങ്ങൾക്ക് ശേഷമാണ്. യഹൂദന്മാർ ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലാൻ, ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചപ്പോ അവിടെ നിന്ന് ജീവനോടെ ഇതാ ദൈവപിതാവ് ഈശോയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിന് ശേഷമുള്ള ഈശോയുടെ ജീവിതത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് ആ വചനം പറയുക, ഈശോ പറയുക, ഞാൻ ജീവിക്കുന്നെങ്കിൽ നിങ്ങളും ജീവിക്കും. എന്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ജീവനെ കുറിച്ച് പറയുക? കാരണം ഈ ജീവൻ നമ്മിലേക്ക് സ്വർഗം അയക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ലഭ്യമാക്കപ്പെടുക. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആനന്ദത്തോടെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മൾ യേശുവിൽ ജീവിക്കേണ്ടതിനും നന്മയുടെ ഫലങ്ങൾ ഉളവാക്കേണ്ടതിനും വേണ്ടി, പുറപ്പെടുവിക്കാനും വേണ്ടി സ്വർഗം നമുക്ക് നൽകുന്ന വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന ശക്തി. സന്തോഷത്തോടെ പരിശുദ്ധാത്മാവെന്ന വലിയ ദാനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 26-ാം വാക്യം വചനം പറയാണ്: അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്നെങ്കിൽ ആ ജീവിതത്തെ കുറിച്ച് പറയുക, ഒരിക്കലും മരണമില്ലാത്ത, അവസാനമില്ലാത്ത ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതമാണ് നമ്മുടെ ജീവിതം. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിന്റെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മെ പഠിപ്പിച്ചു തരുവാണ്, അതൊരു കടന്നുപോക്ക് മാത്രമാണ്. ഇങ്ങോട്ടേക്ക് ഈ ലോകം വിട്ട് ഇതിന്റെ 1000 മടങ്ങ് സന്തോഷമുള്ള സ്വർഗത്തിലേക്കുള്ളൊരു കടന്നുപോക്ക്. നമ്മുടെ അവസാനമല്ല മരണം, മറിച്ച് ആരംഭമാണ് മരണം. സ്വർഗീയ ജീവിതത്തിന്റെ ആനന്ദത്തിന്റെ ആരംഭമാണ് മരണം. അങ്ങനെയെങ്കിൽ നമ്മുടെ മരണത്തെ കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ, സ്വർഗത്തെ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവ് നൽകുന്ന ജീവൻ നമ്മുടെ ജീവിതത്തിൽ ഇന്നിന്റെ പ്രവൃത്തികളിൽ നമ്മൾ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. ആ സ്വർഗീയ ജീവൻ നമ്മൾ ഇവിടെ ആരംഭിക്കുവാണെങ്കിൽ, സ്വർഗീയ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിക്കുവാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനെ കുറിച്ച് ഈശോ പറയുവാണ്. അങ്ങനെയാണ് ഈശോ പറയുക, അങ്ങനെ ജീവിക്കുന്നവർ, എങ്ങനെ ജീവിക്കുന്നവർ? പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ജീവിക്കുന്നവർ,
സ്വർഗത്തിന്റെ ശക്തി ജീവിക്കുന്നവർ അവര് ഒരിക്കലും മരിക്കില്ല, മറിച്ച് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കും. ഈ ഗാനത്തോട് ചേർന്ന് നമ്മൾ പഴയ നാൾ മുതൽ പാടി പ്രാർത്ഥിച്ച് നമുക്ക് ഏറെ പരിചയമുള്ള ഗാനമാണ് പരിശുദ്ധാത്മാവേ എൻ ജീവദായകനെ ഇറങ്ങി നീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്. പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ നമ്മൾ ഓർമ്മയിൽ വെക്കണം. നമുക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി, നിത്യജീവന് വേണ്ടി നമ്മുടെ ഇന്നിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്ന ജീവദായകനായ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കുക, അതാണ് നമ്മൾ പ്രാപിക്കുക. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളൊന്ന് യാചനാപൂർവം പിടിക്കാമോ? കണ്ണടച്ച് ഈശോയുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് ആ ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയെ എന്നെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണം. നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു ജീവദായകനായ പരിശുദ്ധാത്മാവ് എന്നെ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഈശോയെ എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ. ജ്ഞാനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവ് പാവനാത്മാവേ എൻ ജീവദായകനേ ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ശുദ്ധാത്മാവായ ദൈവമേ, പാവനാത്മാവേ എൻ ജീവദായകനേ അനുഗ്രഹത്തോടെ പാടി ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയം. വലിയ ദാഹത്തോടെ പാടിക്കേ. ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. നോടെ പാവനാത്മാവേ, പാവനാത്മാവേ ശുദ്ധാത്മാവായ ദൈവമേ, ജീവദായകനേ ജീവൻ നൽകുന്ന സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയം. നമ്മുടെ കുടുംബത്തെ കർത്താവിന് മുമ്പിലേക്ക് വെച്ച് ചേർന്ന് പാടിക്കേ. ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇരു കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചേ ദാഹിച്ചേ. അദ്ദേഹത്തെ എന്ന് പറ. നിന്റെ ഹൃദയത്തിന്റെ വികാരം മനസ്സിലാക്കുന്ന കർത്താവ്, നിന്റെ ഹൃദയത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക. ഹൃദയത്തിന് പറ, ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയണം. ഈശോയെ നിന്നിലൂടെ സ്വർഗം അയക്കുന്ന, നിന്റെ നാമത്തിൽ സ്വർഗം അയക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിറയട്ടെ, എൻ്റെ ചിന്തകളിൽ നിറയട്ടെ, എൻ്റെ വികാരങ്ങളിൽ നിറയട്ടെ. ഈശോയെ ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകാൻ, നിത്യജീവനെ പ്രാപിക്കത്തക്കവണ്ണം ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണേ. എല്ലാ ഹൃദയവും പ്രാർത്ഥിക്കട്ടെ, എല്ലാ നാവുകളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ ഹൃദയവും ആഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിന് വേണ്ടി, സ്വർഗത്തിന്റെ വലിയ ശക്തിക്ക്. ഗാനത്തിന്റെ വരിക നാം ഓർമ്മപ്പെടുത്തുവാണ്. സീനായ മലമുകളില് ഇതാ ഒരു വലിയ ജനത്തിന് തന്നെ വെളിപ്പെടുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ ഇറങ്ങി വന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ വരികളിലൂടെ നമ്മെ ഓർമ്മപ്പെടുന്ന കാര്യം ഇതാണ്: ഈ ലോകത്തിൽ തൻ്റെ സാന്നിധ്യത്തെ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പ്രകടമാക്കിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് മാത്രമല്ല, ഇന്നും അനേകരുടെ ജീവിതത്തിൽ, വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ, കരഞ്ഞ് നിലവിളിച്ചപേക്ഷിക്കുന്ന ജീവിതത്തിൽ ഇറങ്ങി വന്ന് കണ്ണുനീരൊപ്പുകയും ആശ്വസിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്ത ഒരു ദൈവമാണ്, ജീവനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തെ കുറിച്ചുള്ള വചനം പറയണേ, നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിലവിളി കേൾക്കുന്ന ദൈവം, നിലവിളി കേട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ആ ദൈവത്തെ വിളിച്ച്, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം നിലവിളി കേൾക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. സീനായി മാമലയിൽ ഇറങ്ങി വന്നവനെ. സീനായി മാമലയിൽ
ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ. പാടി വിളിച്ചേ സീനായ് മാമലയിൽ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ. എല്ലാവരും ചേർന്ന് പാടി. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ. ആത്മാവിന്റെ ദാഹം തീർക്കാൻ എന്നിലേക്ക് വരണേ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ പാവനാത്മാവേ, പാവനാത്മാവേ, എൻ ജീവദായകനേ. ശുദ്ധാത്മാവായ ദൈവമേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. ദാഹത്തോടെ ആവർത്തിച്ചു പാടി. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ, പാവനാത്മാവേ, ശുദ്ധാത്മാവായ ജീവദായകനേ. ജീവനും ശക്തിയും നൽകുന്ന കർത്താവേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. അവനൊന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ എന്ന് വിളിച്ചേ. ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ ശക്തിയായിട്ട് ഈശോയെ വരണേ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. സാധിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കോ. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, വികാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ചു കർത്താവിനെ വിളിച്ചേ. ഈശോയെ വിളിച്ചേ. ഈശോയെ, ഈശോയെ, യേശുവേ, രക്ഷകനായ ദൈവം, ശക്തനായ ദൈവം, നിലവിളി കേൾക്കുന്ന ദൈവമേ, നിലവിളി കേട്ട് കരുണയോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ്, നിങ്ങളുടെ സന്നിധിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ജീവൻ നൽകാൻ, പുതിയ ജീവൻ നൽകാൻ ശക്തനായ ദൈവമേ, ഇവിടുന്നിലാണ് ഞങ്ങൾ ആശ്രയിക്കുക. ഈശോയെ, 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 ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഉണർവായിട്ട് വരണേ. ഞങ്ങളുടെ ജീവിതത്തിന് പുതുജീവൻ നൽകണേ കർത്താവ്. നീ പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ. മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വേറൊരു നാമം നൽകപ്പെട്ടില്ലല്ലോ. നാമമല്ല, ഈശോയെ, നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഈ കൂട്ടായ്മയോട് ചെന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെയും മേൽ സ്വർഗത്തിന്റെ ശക്തി വരും. ഈശോയെ, ഈശോയെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏത് സങ്കടത്തിൽ ആയിരുന്നുകൊണ്ടും ഏത് തകർച്ചയിലായിരുന്നു കൊണ്ടുമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും സ്വർഗം നമുക്ക് നൽകുമെന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ഇത് പരിശുദ്ധം. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ദൈവം തന്നെ ആയതുകൊണ്ട്, പ്രത്യേക ദൈവത്തെ ഒരാളായതുകൊണ്ട്, ഈ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു നാമത്തിൽ ദൈവ ആരാധനയിൽ സ്വർഗമയക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് രോഗിക്ക് സൗഖ്യം നൽകും. ആ പരിശുദ്ധാത്മാവ് ഭയത്തിൽ കഴിയുന്നവർക്ക് ധൈര്യം നൽകും. ആ പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിലെ തകർച്ചയുണ്ട്, ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടെങ്കിൽ അവിടെ പരിഹാരം നൽകും. ആ പരിശുദ്ധാത്മാവ് സാമ്പത്തിക പീഡകളിൽ കഴിയുന്നവർക്ക് അധികം ഉയർപ്പ് നൽകും. ആ പരിശുദ്ധാത്മാവ് പഠിക്കാൻ, അതുപോലെ അധ്വാന മേഖലയിൽ വിജയം വരിക്കാനൊക്കെ സഹായിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ കടന്നു വന്ന് നമുക്ക് വിജയം നൽകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ, മാനസവ്യാധികൾ, സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി ഞങ്ങളെ നയിക്കണേ. പരിശുദ്ധാത്മാവ് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു.
പരിശുദ്ധാത്മാവ് സ്വർഗം നൽകുന്ന വലിയ രക്ഷയെ പ്രത്യാശയോടെ നോക്കിക്കൊണ്ട് നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി. രോഗപീഠകളിൽ മാനസവ്യാധികളിൽ രോഗപീഠകളിൽ മാനസവ്യാധികളിൽ പരിശുദ്ധാത്മാവേ രോഗപീഠകളിൽ മാനസവ്യാധികളിൽ രോഗപീഠകളിൽ മാനസവ്യാധികളിൽ സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എന്റെ ഹൃദയ. പരിശുദ്ധാത്മാവേ ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എന്റെ ഹൃദയ. പാവനാത്മാവേ പാവനാത്മാവേ പരിശുദ്ധാത്മാവാ ദൈവമേ ജീവദായകനേ, എന്റെ വലിയ ശക്തിയെ ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. ആഗ്രഹത്തോടെ പാടി. ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവിന്റെ സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ വരങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരുടെ മുമ്പേ കൂട്ടി പറഞ്ഞ അവസാന നാളുകളിൽ എൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളുടെ മേൽ വർഷിക്കും. അപ്പോഴോ എല്ലാവരും വൃദ്ധരും യുവതിവാക്കന്മാരും ശിശുക്കളും പോലും ആത്മാവിന്റെ വരങ്ങളാൽ നിറയുമെന്നും പ്രവചിക്കുമെന്നും ദർശനങ്ങൾ കാണുമെന്നൊക്കെയാണ് ദൈവത്തിന്റെ വചനം കാലങ്ങൾക്ക് മുമ്പേ ദൈവജനത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഏതൊരു വ്യക്തിയായിക്കോട്ടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ ദാനങ്ങൾക്കും ഫലങ്ങൾക്കും വരങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇത് നൽകാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും നമ്മെ നിറയണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഗാനത്തിന്റെ പരികോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്. പരിശുദ്ധാത്മാവേ വരങ്ങളാൽ ഞങ്ങളെ നിറക്കണേ. പരിശുദ്ധാത്മാവേ ദാനങ്ങളാൽ ഫലങ്ങളാൽ ഞങ്ങളെ നിറക്കണേ. ഇപ്പൊ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അനുദിനം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്കും ഫലങ്ങൾക്കും വരങ്ങൾക്കും വേണ്ടിയുള്ള ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ആത്മാവിന്റെ വരങ്ങൾ താനെ വന്നു നിറയും. കാരണം അത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്, സ്വർഗത്തിന്റെ പദ്ധതിയാണ്. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിന്നുടെ വരദാനങ്ങൾ എന്നിൽ നിറയ്ക്കണേ, ലോകശക്തിയെ ജയിച്ചിടുവാൻ പരിശുദ്ധാത്മാവേ എന്നെ ഞങ്ങളെ സഹായിക്കുന്നു. നിന്നുടെ വരദാനങ്ങൾ എന്നിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ നിന്നുടെ വരദാനങ്ങൾ എന്നിൽ നിറയ്ക്കണമേ. ആഗ്രഹത്തോടെ ദാഹത്തോടെ പാടി. നിന്നുടെ വരദാനങ്ങൾ എന്നിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ നിന്നുടെ വരദാനങ്ങൾ
ലോകശക്തിയെ ജയിച്ചിടുവാനാ പിന്മഴ പൊഴിക്കണമേ. ശുദ്ധാത്മാവേ, ലോകശക്തിയെ ജയിച്ചിടുവാനായി പിന്മഴ പൊഴിക്കണമേ. ഗ്രഹത്തോടെ പാടിക്കേ. പാവനാത്മാവേ എൻ ജീവദായകനേ, ശുദ്ധാത്മാവായ ദൈവമേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. ശുദ്ധാത്മാവേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ, പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാവനാത്മാവേ, പാവനാത്മാവേ എല്ലാവരും ചേർന്ന് ശക്തിയോടെ ജീവദായകനേ, സ്വർഗ്ഗത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ നമ്മുടെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാവനാത്മാവേ, പാവനാത്മാവേ സ്വർഗ്ഗത്തിന്റെ ശക്തിയെ ജീവദായകനേ, ഇറങ്ങി വരണേ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എല്ലാ ബലഹീനതകളിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. പാവനാത്മാവേ, പാവനാത്മാവേ എല്ലാ ബലഹീനതകളിലേക്കും ജീവദായകനേ, വീഴ്ചകളിലേക്കും പരിശുദ്ധാത്മാവേ ഇറങ്ങണേ. ഇറങ്ങി നീവാ, പിടിച്ചുയർത്തണേ. നിറഞ്ഞു നീവാ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ച് യേശുനാമത്തിൽ സ്വർഗ്ഗം വഹിക്കുന്ന പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ ശക്തി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. സ്വയേ 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 ഇവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ബന്ധങ്ങളെ, ഞങ്ങളുടെ വികാരങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഈശോയെ, ഈശോയെ ആത്മാവിന്റെ വരങ്ങളാ ഞങ്ങൾ നിറയട്ടെ, ആത്മാവിന്റെ ഫലങ്ങളാ ഞങ്ങൾ നിറയട്ടെ. ഈശോയെ, 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 ഈശോയെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും കൃപകളും നമ്മെ നിറയട്ടെ. യേശു നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.